ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ BPC 141 പോസിറ്റീവ് സൈക്കോളജി ക്ലാസ്സിലെ 1-ാം യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയെടുത്തുനിന്നുള്ള ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നോക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള പോയിന്റുകളാണിത്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, ഒപ്പം നോട്ട്സ് എഴുതിയെടുക്കാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ടോപ്പിക് 1, ദ കോൺസെപ്റ്റ് ഓഫ് വെൽ-ബീയിങ്. Well-being is more than just feeling happy. Well-being അല്ലെങ്കിൽ ക്ഷേമം എന്ന് പറഞ്ഞാൽ വെറുതെ ഹാപ്പി ആയിരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. In addition to feeling satisfied, well-being means growing as a person, being fulfilled and doing good things for your community. ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതിനൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരുക, ലൈഫിൽ ഒരു പൂർണ്ണത കണ്ടെത്തുക, സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ വെൽ-ബീയിങ്ങിന്റെ ഭാഗമാണ്. It is a big idea with many different parts. ചുരുക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന വലിയൊരു ആശയമാണിത്. ബ്രാഡ്ബേൺസ് ഐഡിയ, he said that well-being is about our feelings. ബ്രാഡ്ബേൺ പറയുന്നത് വെൽ-ബീയിങ് നമ്മുടെ ഫീലിംഗ്സുമായി കണക്റ്റഡ് ആണെന്നാണ്. ഗുഡ് well-being means a person has more happy feelings than sad feelings in their life, and low well-being means the opposite. അതായത് ജീവിതത്തിൽ സങ്കടങ്ങളെക്കാൾ കൂടുതൽ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഗുഡ് വെൽ-ബീയിങ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ അതിനെ ലോ വെൽ-ബീയിങ് എന്നും പറയാം. Ed Diner, Subjective Well-being, SWB. He connected well-being to the Greek word hedonia, which means seeking pleasure. Ed Diner well-beingനെ ഹെഡോണിയ എന്നൊരു ഗ്രീക്ക് വേർഡുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. പ്ലഷർ അല്ലെങ്കിൽ സുഖം തേടുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. His idea says well-being comes from your feelings and how satisfied you are with your life. നമ്മുടെ ഫീലിംഗ്സിൽ നിന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്നതിൽ നിന്നുമാണ് വെൽ-ബീയിങ് ഉണ്ടാകുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. He made a famous test called the Satisfaction with Life Scale, SWLS, to measure this. ഇത് അളക്കാൻ വേണ്ടി അദ്ദേഹം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് സ്കെയിൽ SWLS എന്ന പേരിൽ ഫേമസ് ആയൊരു ടെസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. Carol Reif, Psychological Well-being, PWB. She said well-being is not just about seeking pleasure. വെൽ-ബീയിങ് എന്ന് പറഞ്ഞാൽ വെറുതെ സുഖം മാത്രം തേടിപ്പോകലല്ല എന്ന് കരോൾ റിഫ് പറയുന്നു. Her idea is connected to the Greek word eudaimonia, which means seeking meaning in life. ഇവരുടെ ഐഡിയ യൂഡൈമോണിയ എന്ന ഗ്രീക്ക് വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തുക എന്നാണ് ഇതിന്റെ അർത്ഥം. She said a person needs 6 simple things. ഒരു വ്യക്തിക്ക് PW.B സൈക്കോളജിക്കൽ വെൽ-ബീയിങ് ഉണ്ടാകാൻ ഒരു 6 കാര്യങ്ങൾ വേണമെന്നാണ് ഇവർ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഓട്ടോണമി, മേക്കിംഗ് യുവർ ഓൺ ചോയ്സസ്. ഓട്ടോണമി അതായത് സ്വന്തം തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനുള്ള ഫ്രീഡം. 2. എൻവയറമെന്റൽ മാസ്റ്ററി, മാനേജിംഗ് യുവർ ഡെയിലി ലൈഫ്. എൻവയറമെന്റൽ മാസ്റ്ററി നമ്മുടെ ഡെയിലി ലൈഫും ചുറ്റുപാടുകളും നന്നായി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്. 3. പേഴ്സണൽ ഗ്രോത്ത്, ഗ്രോയിങ് ആസ് എ പേഴ്സൺ. പേഴ്സണൽ ഗ്രോത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ നിരന്തരം ഇംപ്രൂവ് ചെയ്യുക. 4. പോസിറ്റീവ് റിലേഷൻസ് വിത്ത് അതേഴ്സ്, ഹാവിംഗ് ഗുഡ് ഫ്രണ്ട്സ്. മറ്റുള്ളവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക, നല്ല ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടാവുക. 5. പർപ്പസ് ഇൻ ലൈഫ്, ഹാവിംഗ് എ ഗോൾ. ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടാവുക. 6. സെൽഫ് അക്സെപ്റ്റൻസ്, ലവിംഗ് യുവർ സെൽഫ്. സെൽഫ് അക്സെപ്റ്റൻസ് നമ്മളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മാർട്ടിൻ സെലിഗ്മൻ, പെർമ തിയറി. He said that the real goal of positive psychology is flourishing, which means living a great life. പോസിറ്റീവ് സൈക്കോളജിയുടെ മെയിൻ ലക്ഷ്യം ഫ്ലറിഷിംഗ് അഥവാ ലൈഫ് അടിപൊളിയായി ജീവിക്കുക എന്നതാണെന്ന് മാർട്ടിൻ സെലിഗ്മാൻ പറയുന്നു. He created the PERMA model which has 5 building blocks. ഇതിനായി അദ്ദേഹം പെർമ എന്നൊരു മോഡൽ കൊണ്ടുവന്നു. ഇതിൽ 5 പ്രധാന കാര്യങ്ങളാണുള്ളത്. P means പോസിറ്റീവ് ഇമോഷൻ, ഫീലിംഗ് ഗുഡ്. പോസിറ്റീവ് ഇമോഷൻസ് എപ്പോഴും നല്ല ചിന്തകളും സന്തോഷവും ഉണ്ടാവുക. E minus എൻഗേജ്മെന്റ്, ബീങ് ഫോക്കസ്ഡ് ഓൺ വാട്ട് യു ഡു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ആവുക. R മൈൻസ് റിലേഷൻഷിപ്സ്, ഹാവിംഗ് ലവിംഗ് പീപ്പിൾ അറൌണ്ട് യു, കൂടെ നല്ല ആളുകൾ ഉണ്ടാവുക, നല്ല ബന്ധങ്ങൾ. M മൈനസ് മീനിങ്, ഹാവിംഗ് എ പർപ്പസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും ജീവിതത്തിനും ഒരു മീനിങ് ഉണ്ടാവുക. A മൈൻസ് അക്കംപ്ലിഷ്മെന്റ്, അച്ചീവിംഗ് യുവർ ഗോൾസ്, നമ്മുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക. ടോപ്പിക് 2, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ പോസിറ്റീവ് സൈക്കോളജി. പീപ്പിൾ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു നോ ഹൗ ടു ബി ഹാപ്പി. എങ്ങനെ ഹാപ്പി ആയിരിക്കാമെന്നറിയാൻ പണ്ടുകാലം മുതലേ മനുഷ്യർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. Long ago, psychologists like Abraham Maslow and Carl Rogers studied how people grow. പണ്ട് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് പോലുള്ള സൈക്കോളജിസ്റ്റുകൾ മനുഷ്യന്റെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചിരുന്നു. But old psychology ignored them because they did not use numbers or experiments.
പക്ഷേ അന്നത്തെ സൈക്കോളജി ഇവരുടെ ഐഡിയാസ് ഒന്നും അത്ര മൈൻഡ് ചെയ്തില്ല. കാരണം ഇതിലൊന്നും വലിയ നമ്പറുകളോ പരീക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. മാർട്ടിൻ സെലിഗ്മൻ ചേഞ്ച് ദിസ് ബൈ യൂസിംഗ് റിയൽ സയൻസ് ടു സ്റ്റഡി ഹ്യൂമൻ സ്ട്രെങ്ത്സ്. എന്നാൽ മാർട്ടിൻ സെലിഗ്മാൻ പ്രോപ്പറായ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തി. 2 ഇമ്പോർട്ടന്റ് സ്റ്റോറീസ് സ്റ്റാർട്ടഡ് ദിസ് ഫീൽഡ്. പോസിറ്റീവ് സൈക്കോളജി തുടങ്ങാൻ കാരണമായ 2 ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. 1. ദ നിക്കി സ്റ്റോറി. സംസാരിക്കുന്ന പോലെ പറയാൻ. ഒരു ദിവസം സെലിഗ്മാൻ തന്റെ 5 വയസ്സുള്ള മകളായ നിക്കിയോട് ഗാർഡനിൽ വെച്ച് വെറുതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ നിക്കി പറഞ്ഞു, എനിക്ക് എന്റെ കരച്ചിൽ നിർത്താൻ പറ്റുമെങ്കിൽ പപ്പയ്ക്ക് ആ ദേഷ്യപ്പെടലും നിർത്തിക്കൂടെ? ഇത് കേട്ടപ്പോൾ ആണ് സെലിഗ്മാന് കാര്യം മനസ്സിലായത്. സൈക്കോളജി എപ്പോഴും മനുഷ്യന്റെ ദേഷ്യവും സങ്കടവും മാത്രം നോക്കിയാൽ പോരാ, സന്തോഷത്തെക്കുറിച്ച് കൂടി പഠിക്കണമെന്ന് അദ്ദേഹം തിരുത്തി. 2. മീറ്റിംഗ് ഓൺ ദ ബീച്ച്. സംസാരിക്കുന്ന പോലെ പറയാൻ. സെലിഗ്മാൻ മറ്റൊരു സൈക്കോളജിസ്റ്റായ മിഹാലിയെ ഒരു ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടി. അവർ സംസാരിച്ചപ്പോൾ ഒരു കാര്യം റിയലൈസ് ചെയ്തു. സൈക്കോളജിയിൽ ആൻസൈറ്റിയെയും ഡിപ്രഷനെയും കുറിച്ചൊക്കെ 10,000 പേപ്പറുകളുണ്ട്. പക്ഷെ സന്തോഷത്തെക്കുറിച്ചോ ജോയിയെക്കുറിച്ചോ ഒന്നുമില്ല. ഇത് മാറ്റണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ഫീൽഡ് വളർന്നത്. പോസിറ്റീവ് സൈക്കോളജി ആൻഡ് സോഷ്യൽ സയൻസസ്. Positive psychology is closely connected to other social sciences like economics, politics, and sociology because they all care about human welfare. Human welfare, മനുഷ്യന്റെ ക്ഷേമം നോക്കുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് സൈക്കോളജിക്ക് ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി പോലുള്ള മറ്റ് സോഷ്യൽ സയൻസസുമായി നല്ല കണക്ഷൻ ഉണ്ട്. In the past, social sciences only looked at objective factors like money and GDP to measure a good life. പണ്ടൊക്കെ ഒരു നല്ല ജീവിതം അളക്കാൻ പണം, GDP ഓഫ് GDP തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ സയൻസ് നോക്കിയിരുന്നത്. ബട്ട് റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് ബീയിങ് സൂപ്പർ റിച്ച് ഡസ് നോട്ട് മേക്ക് യു സൂപ്പർ ഹാപ്പി. പക്ഷേ റിസർച്ചേഴ്സ് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പണക്കാരനായതുകൊണ്ട് മാത്രം ഒരാൾ സൂപ്പർ ഹാപ്പി ആകണമെന്നില്ല എന്നാണ്. For example, a study showed that even though the USA is super rich, its life satisfaction score 7.75 is almost the same as India's score 6.70. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ USA വലിയൊരു പണക്കാരുടെ നാടാണെങ്കിലും അവിടുത്തെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ 7.75 ആണ്. നമ്മുടെ ഇന്ത്യയുടേത് 6.70. വലിയ വ്യത്യാസമൊന്നുമില്ല. മണി ഓൺലി ഹെൽപ്സ് അപ് ടു എ സർട്ടൻ പോയിന്റ്. പണം ഒരു പരിധി വരെ മാത്രമേ ഹാപ്പിനെസ് തരാൻ ഹെൽപ്പ് ചെയ്യൂ. Because of this, a small country named Bhutan created the Gross National Happiness Index (GNHI) to measure peace, health and culture instead of just money. ഇതുകൊണ്ട് തന്നെ ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം കാശ് മാത്രം നോക്കാതെ ജനങ്ങളുടെ സമാധാനവും ഹെൽത്തും കൾച്ചറും അളക്കാൻ വേണ്ടി ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് (GNHI) കൊണ്ടുവന്നു. Today, even countries like India have started separate government departments for happiness. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ വരെ ഹാപ്പിനെസ്സിന് വേണ്ടി സെപ്പറേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയിട്ടുണ്ട്. Finally, this field also started to help people find good morals and character strengths during times of social value crisis. വാല്യൂസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഈ കാലത്ത് മനുഷ്യർക്ക് നല്ല ക്യാരക്ടറും മോറലുകളും കണ്ടെത്താൻ ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Topic 3. Positive psychology and other areas of psychology. Many branches of psychology helped positive psychology grow. സൈക്കോളജിയുടെ മറ്റ് പല ബ്രാഞ്ചുകളും പോസിറ്റീവ് സൈക്കോളജി വളരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സിമ്പിളായി നോക്കാം. 1. ഹെൽത്ത് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി. മൈൻഡ് ആൻഡ് ബോഡി. എക്സ്ട്രീം സ്ട്രെസ്, ആംഗർ ആൻഡ് വറി ഹേർട്ട് അവർ ബോഡി ആൻഡ് മേക്ക് us ഗെറ്റ് സിക്ക് ഈസിലി. നമ്മുടെ മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ്. അമിതമായ സ്ട്രെസ്സും ദേഷ്യവും ഒക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ കാരണമാവുകയും ചെയ്യും. ബിൽഡിംഗ് സ്ട്രെങ്ത്. Happy feelings like joy and love expand our thinking and build our physical and mental strength. അതേസമയം ജോയ്, ലവ് പോലുള്ള നല്ല ഫീലിംഗ്സ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുകയും നല്ല മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് തരുകയും ചെയ്യും. The Nun Study. A famous study looked at 180 nuns. It found that the happiest, most cheerful nuns lived 10 years longer than the unhappy ones. ഇതിനൊരു എക്സാമ്പിൾ ആണ് The Nun Study. The Nun Study. 180 കന്യാസ്ത്രീകളിൽ നടത്തിയ ഈ പഠനത്തിൽ എപ്പോഴും ഹാപ്പി ആയിരുന്നവർ മറ്റുള്ളവരെക്കാൾ ഒരു 10 വർഷം കൂടുതൽ ജീവിച്ചിരുന്നതായി കണ്ടെത്തി. 2. ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി. പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്. ഓൾഡ് സൈക്കോളജി ഓൺലി ട്രൈഡ് ടു ഫിക്സ് മെന്റൽ സിക്നെസ്. പഴയ ക്ലിനിക്കൽ സൈക്കോളജി എപ്പോഴും മെന്റൽ ഇൽനെസ്, മാനസിക രോഗങ്ങൾ മാറ്റാൻ മാത്രമാണ് നോക്കിയിരുന്നത്. ടുഡേ ഡോക്ടേഴ്സ് ഡു നോട്ട് ജസ്റ്റ് വാണ്ട് ടു റിമൂവ് ദ സിക്നെസ്, ദേ വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ ഫ്ലറിഷ്, ലിവ് എ ഗ്രേറ്റ് ലൈഫ്. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ രോഗം മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, പകരം ആ വ്യക്തിക്ക് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ, ഫ്ലറിഷ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രോബ്ലംസ് ഓഫ് ലിവിംഗ്.
Instead of treating people like they have a brain disease, psychology now looks at how to help people solve daily life problems and build personal strengths. അതായത് ആളുകൾക്ക് എന്തോ തലച്ചോറിന് അസുഖമാണെന്ന രീതിയിൽ കാണാതെ അവരുടെ ലൈഫിലെ ഡെയിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത് കൂട്ടാനും സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. 3. ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി. Resilience. This means staying strong and turning out good even when you grow up in a bad environment, like poverty or family fights. Resilience എന്ന് പറഞ്ഞാൽ വളരെ മോശം സാഹചര്യങ്ങളിൽ ദാരിദ്ര്യമോ കുടുംബ വഴക്കോ ഉള്ള അവസ്ഥയിൽ വളർന്നാൽ പോലും തളർന്നു പോകാതെ സ്ട്രോങ് ആയി മുന്നോട്ട് വരാനുള്ള കഴിവാണ്. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. This happens when a person faces a terrible tragedy, like a bad accident or losing a loved one, but comes out of it stronger, with more love for life and clearer goals. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നാൽ വലിയൊരു ആക്സിഡന്റോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ പോലെ ലൈഫിൽ വലിയൊരു ദുരന്തം ഫേസ് ചെയ്യുമ്പോൾ തകർന്നു പോകാതെ അതിൽ നിന്നും കൂടുതൽ സ്ട്രോങ് ആയി നല്ല ലക്ഷ്യങ്ങളോടെ തിരിച്ചു വരുന്നതിനെയാണ്. 4. പേഴ്സണാലിറ്റി സൈക്കോളജി. പോസിറ്റീവ് ട്രേറ്റ്സ്. ദിസ് ബ്രാഞ്ച് സ്റ്റഡീസ് എ പേഴ്സൺസ് ബെസ്റ്റ് ഇന്നർ ക്വാളിറ്റീസ്. ഈ ബ്രാഞ്ച് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഏറ്റവും നല്ല ക്വാളിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോക്കസസ് ഓൺ തിങ്സ് വി യൂസ് എവറി ഡേ, ലൈക്ക് ഹോപ്പ്, a positive outlook on life and self-esteem. നമ്മൾ എവറിഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹോപ്പ്, പ്രതീക്ഷ, പോസിറ്റീവ് ഔട്ട്ലുക്ക്, സെൽഫ് എസ്റ്റീം ഒക്കെയാണ് ഇതിൽ വരുന്നത്. 5. സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സപ്പോർട്ട്. വി നീഡ് അതർ പീപ്പിൾ ടു ബി ഹാപ്പി. നമുക്ക് ഹാപ്പി ആയിരിക്കാൻ മറ്റുള്ളവരുടെ സോഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. ഹാവിംഗ് ക്ലോസ് ഫ്രണ്ട്സ്, എ ഹാപ്പി ഫാമിലി ആൻഡ് എ ഗുഡ് മാരേജ് കീപ്സ് us healthy as we grow old. നല്ല ഫ്രണ്ട്സ്, ഹാപ്പി ഫാമിലി, നല്ലൊരു മാരേജ് ലൈഫൊക്കെ ഉണ്ടാകുന്നത് പ്രായമാകുമ്പോഴും നമ്മുടെ ഹെൽത്ത് നന്നായിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദ ഡാർക്ക് സൈഡ് ഓഫ് മണി. സോഷ്യൽ റീസെർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് ബീങ് ഒബ്സെസ്ഡ് വിത്ത് മണി ആൻഡ് ക്ലോത്ത്സ് ഡസ് നോട്ട് ബൈ ഹാപ്പിനെസ്. പണത്തിന് പിന്നാലെ മാത്രം പോയാൽ സന്തോഷം കിട്ടില്ല എന്ന് സോഷ്യൽ റിസർച്ചേഴ്സ് പറയുന്നു. ഫോർ എക്സാമ്പിൾ, വിന്നിംഗ് ദ ലോട്ടറി ഓൺലി മേക്സ് എ പേഴ്സൺ ഹാപ്പി ഫോർ എ ഷോർട്ട് ടൈം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നത് താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമേ തരൂ, ലോങ് ടേം ഹാപ്പിനെസ് തരില്ല. 6. സൈക്കോളജി ഓഫ് റിലീജിയൻ. Good living, religion and spirituality teaches how to connect with the universe and live a good life. മതവും ആത്മീയതയും ഒക്കെ ഈ പ്രപഞ്ചവുമായി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്നും നല്ലൊരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണമെന്നും പഠിപ്പിക്കുന്നു. Practicing everyday things like forgiveness, honesty and gratitude makes both us and the people around us happy. മറ്റുള്ളവരോട് ക്ഷമിക്കുക, സത്യസന്ധത, നന്ദിയുള്ളവരായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ശീലിക്കുന്നത് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും ഹാപ്പിയാക്കും. കൺക്ലൂഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ടു കൺക്ലൂഡ്, വെൽബീയിങ് എന്ന് പറഞ്ഞാൽ വെറുതെ സന്തോഷിക്കൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും കൂടിയാണെന്ന് നമ്മൾ കണ്ടു. അതിനെപ്പറ്റി പറയുന്ന എഡ് ഡീനറുടെ SWBയും കരോൾ റിഫിന്റെ PWBയും സെലിഗ്മാന്റെ പെർമ മോഡലും എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററിയും സൈക്കോളജിയുടെ മറ്റ് ബ്രാഞ്ചുകളായ ഹെൽത്ത്, ക്ലിനിക്കൽ, സോഷ്യൽ സൈക്കോളജിയുമായി ഇതങ്ങനെ കണക്ട് ആയിരിക്കുന്നുവെന്നും നമ്മൾ നോക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ സ്വന്തം വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി ടോപ്പിക്കുകളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.